വാട്സപ്പ് ഗായ്സ്, ദിസ് ഈസ് ആനന്ദോടി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആക്കുളം പാർക്ക് വേയിലോട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല. ഞായറാഴ്ച ഞാൻ കുറച്ചുകൂടെ തിരക്ക് പ്രതീക്ഷിച്ച്. വലിയ തിരക്കില്ല, കുഴപ്പമില്ല. ഗൈസ്, ഇതാണ് ആക്കുളം വാക്ക് വേ എൻഡ്. അപ്പുറത്തോട്ട് കാട് പിടിച്ച് കിടപ്പുണ്ട്. നടന്നു നോക്കാം, നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. വാക്ക് വേയുടെ മെയിൻ ഏരിയയിൽ മൊത്തം തിരക്ക് വന്നു തുടങ്ങി. ആൾക്കാർ നടക്കാനും സൺസെറ്റ് കാണാനൊക്കെ വന്നു തുടങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും വലിയ ആൾക്കാരില്ല. എന്തായാലും ഇതുവഴിയും കൂടെ നടന്നു നോക്കാം. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. വെള്ളായണി ലേക്കിൽ പോയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അവിടെ ഇന്നലെ എനിക്കാണ് സത്യം പറഞ്ഞാൽ സ്ഥലമൊന്നും കാണാനുള്ളൊരു മൂഡില്ലായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടോട്ട് പോയി. പക്ഷെ അവിടെ പോയി അവരെയൊക്കെ കണ്ടപ്പോൾ അവരുടെ അടുത്തൊക്കെ കമ്പനിയായി. പിന്നെ കണ്ടന്റ് അങ്ങനെ മാറിപ്പോയി. വണ്ടി ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു കേട്ടോ. വണ്ടി പോയി എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ വണ്ടിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് കൊഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ ഇവിടെ വണ്ടി വയ്ക്കാനുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ സമാധാനമായിട്ടിരുന്ന് സംസാരിക്കുക ഒരു സ്ഥലം കിട്ടി. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇന്നലത്തെ വീഡിയോയിൽ അവരെയൊക്കെ കണ്ട് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരുന്നത്. പക്ഷെ അവരെയൊക്കെ കണ്ട് അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ആ ഒരു കമ്പനിയിൽ വീഡിയോ വേറെ രീതിക്ക് പോയി. അപ്പോൾ ഞാൻ പറയാൻ വന്നേ, നിങ്ങളൊക്കെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും എനിക്കങ്ങനെ ആൾക്കാരെ ഇഷ്ടമില്ല, ആൾക്കാരുള്ളടത്ത് ഇരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇന്നലെ പോയവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ സാധാരണ ഇങ്ങനത്തെ പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരുമാതിരി വാക്കല്ലാത്ത സംസാരവും പരിപാടിയാണ്. പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല. ഇവർ ചെന്നുടനെ എൻ്റെ പേരും ചോദിച്ചില്ല, ഞാൻ എവിടെ നിന്നാണ് വരണതെന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഞാൻ അവിടെ ചെന്നിരുന്നപ്പം എനിക്ക് ആദ്യം തന്ന കരിക്കായിരുന്നു. ഒരു കരിക്ക് വെട്ടിയവർ എനിക്ക് കരിക്ക് തന്നു. അവർ വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ വീഡിയോ എടുക്കാനാണ് വന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ ചോദിച്ച് ബോട്ടുണ്ട്, ബോട്ടിൽ റൗണ്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ബോട്ടിൽ റൗണ്ടൊക്കെ അടിച്ച് എല്ലാവരും പരിചയമൊക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വെള്ളായണിയിലേക്ക് മൊത്തം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മളെടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയായിരുന്നു. പക്ഷേ നമ്മളെ ജീവിതത്തിലുള്ള നമ്മളെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നേരെ തിരിച്ചാണ്. നാട്ടുകാർ, ഫാമിലി, ഫ്രണ്ട്സ് ഇവരൊക്കെ ഭയങ്കര ദുരന്തം ടീംസാണ്. എനിക്ക് അവരെയൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ ഒരു കുറേ കൊല്ലം ഇവരെയൊക്കെ സഹിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തൊക്കെ ഉള്ള കോണ്ടാക്റ്റ് അങ്ങ് നിർത്തി. ആരും ജെന്യുവിനായിട്ട് നമ്മൾക്ക് നല്ലത് വേണമെന്നൊന്നും ആഗ്രഹിച്ച് വരുന്നവൾ വളരെ കുറച്ചാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും നമ്മളെ നല്ലത് കണ്ടോ നമ്മളെ സന്തോഷത്തിനും വേണ്ടിയൊന്നും നമ്മളെ കൂടെ നടക്കുന്നവരല്ല. അവരുടെ സന്തോഷത്തിനും അവരുടെ ആവശ്യത്തിനുമൊക്കെ വേണ്ടി നമ്മളെ പുറകെ വരുന്നവരാണ് മിക്കവരും. ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും ആരായാലും നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വളരെ കുറച്ച് പേരെ കാണും. എനിക്ക് സുഹൃത്തുക്കളായാലും എല്ലാവരും ഒരു ബാധ്യതയാണ്. എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും റിലേഷൻഷിപ്പായാലും എല്ലാം എനിക്കൊരു ബാധ്യതയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ ഫ്രീഡത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ് സുഖം. ആരും ചോദിക്കാൻ വരില്ല, ഒന്നും വരില്ല. പിന്നെ ഞാൻ ഒരു റിയലിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഐഡിയോളജിക്ക് ആർക്കും അങ്ങനെ മാച്ചാകാൻ പറ്റില്ല. ഫ്രണ്ട്സ് ആയാലും ആർക്കായാലും
അത് മാച്ചാവുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. അവർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. ബാക്കിയുള്ളവർക്കൊക്കെ എൻ്റെ ഓരോന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ അവർക്കതൊരു ലക്ഷ്യബോധം ഇല്ലായ്മയായിട്ടൊക്കെ തോന്നാം. ശരിക്കും ജീവിതത്തിനൊരു മീനിങ്ങോ പർപ്പസോ ഒന്നും ഇല്ല. ഓരോരുത്തരും ഓരോ പർപ്പസും നിയമമൊക്കെ ഓരോ മതങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ജീവിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇപ്പം ഹോപ്പുമില്ല. ഹോപ്പില്ലാതെ ആർക്ക് ജീവിക്കാം? ഞാൻ ഹോപ്പില്ലാതെയാണ് ജീവിക്കുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ എന്ത് തോന്നണോ ഞാൻ അത് ചെയ്യും. അല്ലാതെ ഞാൻ ഭാവിയിൽ ഇത്രയൊക്കെ ചെയ്യുമെന്നൊന്നും ദൃഢനിശ്ചയം എടുത്തൊന്നും അല്ല വരണം. ഓരോ പ്ലാനുണ്ട്, അത് നടക്കാതിരിക്കാം. നടക്കുമെന്നുള്ള ഹോപ്പൊന്നും എനിക്കില്ല. നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോഴെനിക്ക് എന്ത് തോന്നണോ, അപ്പോഴെൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് ഞാൻ ജീവിക്കാം. അല്ലാതെ ശുഭാപ്തി വിശ്വാസത്തോടെ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. സംസാരിക്കുമ്പോൾ മിക്കവരും എൻ്റെ ഫ്രണ്ട്സായാലും ആർക്കായാലും ഭയങ്കര നെഗറ്റീവാണ്. ഞാൻ നെഗറ്റീവായിട്ടാണ് സംസാരിക്കണതെന്ന് പറയും. ഞാൻ റിയലായിട്ടാണ് സംസാരിക്കുന്നത്. ആ സത്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പമല്ല. നിങ്ങളെ മതവും നിങ്ങളെ വിശ്വാസവും ഒക്കെ വേറെ ആയിരിക്കും. നിങ്ങൾ മണ്ടത്തരങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്കങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല. അതുപോലെ ചില ഫ്രണ്ട്സുണ്ട്, ഭയങ്കര ശല്യമാണ് ഈ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് എടുക്കാത്തത് എന്ന് മനസ്സിലായാലും ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അതങ്ങനത്തെ കുറച്ച് പേര്, സുഹൃത്തുക്കൾ മാത്രമല്ല ഫാമിലിയിലും അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെ ശരികളും അവരുടെ തെറ്റുകളും അവർക്ക് ജീവിതത്തിനൊരു മീനിങ് ഉണ്ട്. അതാണ് എല്ലാവരെയും ജീവിതത്തിൻ്റെ അർത്ഥം. എല്ലാവരും ജീവിക്കുന്ന അതിനാണ്. എല്ലാവരും ജീവിക്കുന്ന കല്യാണം കഴിക്കാനും കുട്ടികളുണ്ടാക്കാനും ഗവൺമെൻറ് ജോലി വാങ്ങാനുമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഫാമിലി മെമ്പേഴ്സൊക്കെ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഫ്രണ്ട്സ് വിചാരിക്കുന്നുണ്ട്, പെണ്ണ് കിട്ടണ്ടേ, സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോയാലല്ലേ പെണ്ണ് കിട്ടൂ, കല്യാണം കഴിക്കണ്ടേ. നിങ്ങൾക്ക് ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതും കുട്ടികളെ ഉണ്ടാക്കുന്നതും ഫാമിലിയായിട്ട് ജീവിക്കുന്നതായിരിക്കും വലിയ പ്രയോറിറ്റി. എനിക്ക് പക്ഷേ പ്രയോറിറ്റി അതല്ല. എനിക്ക് കുടുംബമായിട്ട് ജീവിക്കാനും താല്പര്യമില്ല. എൻ്റെ കൂടെ ആരും ജീവിക്കണതേ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് പോലും എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് കുടുംബത്തിനെക്കുറിച്ച് ഉപദേശിക്കാൻ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഒരു 10-27 കൊല്ലം ഞാൻ ഈ ബന്ധുക്കളെയും വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ കേട്ട് ക്ഷമിച്ചൊക്കെ നടന്നതാണ്. ഇനി ഞാൻ പക്ഷെ അങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വന്നിരുന്ന് കുണയ്ക്കണേ. അല്ലെങ്കിൽ ഈ നല്ല സ്ഥലത്തിൽ വന്ന് ഇങ്ങനെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? സ്കൈയൊക്കെ റെഡായി, ഒരു മഴക്കോളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സ്വയം മാറുക. ഞാൻ പറയുന്നതാണ് ശരിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ ശരിയെന്നോ തെറ്റെന്നോ ഒന്നുമില്ല. എല്ലാം ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ്. ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. ഓരോരുത്തർക്കും ഓരോ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ലായിരിക്കാം. ചിന്തിക്കുക, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടിയൊന്നും തുടങ്ങിയതല്ല. എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവർ കാണണം എന്നുള്ള രീതിക്ക്. ഇപ്പോൾ ഞാൻ ഫേക്ക് ചെയ്യുന്നത് മോശമല്ലേ? ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിക്ക് അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അവർക്ക് ഹേർട്ടാവും. അതുകൊണ്ട് ആദ്യമേ എൻ്റെ ഒരു ക്യാരക്ടറും എൻ്റെ ഐഡിയോളജിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പം ചിലർക്കൊന്നും താല്പര്യം വരില്ല. താല്പര്യമുള്ളവർ മാത്രമേ പിന്നെ കാണുള്ളൂ. അപ്പോൾ റിയലായിട്ടുള്ളവർ മാത്രമേ എൻ്റെ വീഡിയോസ് കാണൂ. എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ എൻ്റെ വീഡിയോസ് കാണൂ. പിന്നീട് ഒരിക്കൽ ഞാൻ ഇതൊക്കെ മറച്ച് വെച്ച് ട്രാവൽ വീഡിയോസ് മാത്രം ഇട്ടിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ എതിരായിട്ട് വരും. അടിപൊളി വ്യൂ, കിടിലം വ്യൂ. ആ ട്രീസിലൊക്കെ ഇങ്ങനെ സൂര്യൻ്റെ ഇങ്ങനെ അടിക്കുന്ന അടിപൊളി. സൺസെറ്റ് കാണാൻ കിടിലം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിഷയമായിരിക്കും. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ തന്നെ നിൽക്കുന്നില്ല, പുറകിലോട്ട് പോകാം. പാർക്കിൻ്റെ അവിടെ പോയാൽ കുറച്ചുകൂടെ നല്ല സൺസെറ്റ് വിഷ്വലൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോഴത്തെ തന്നെ ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട്, അത് വേറൊരു ദിവസം പോയിട്ട് കാണിക്കാം. ഇതുവഴി നമുക്ക് പോകാൻ പറ്റില്ല, നമുക്കിനി ഉള്ളൂർ വഴി കറങ്ങിയേ വരാൻ പറ്റും. അതുകൊണ്ട് അത് ഞാൻ വേറൊരു ദിവസം വന്ന് ആക്കുളം വില്ലേജ് കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് പാർക്കിൽ നല്ല തിരക്കായിരിക്കും. വേറൊരു ദിവസം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ ഇടാം. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് സൺസെറ്റ് കുറച്ചുകൂടെ കാണാം.
അടിപൊളി ഗൈസ്, അടിപൊളി. അല്ല സൂപ്പർ സൺസെറ്റ് ഗൈസ്. എനിക്ക് സൺസെറ്റ് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ല. ഒന്നവിടെ മൊത്തം തിരക്ക്, ഇങ്ങനെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ടാറ്റാ ബൈ.